ഇന്നാള് മരിച്ചു അല്ലെങ്കിൽ അത് പറ്റി ഇത് പറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവം, ഒരു കള്ളം പറയുന്ന സ്വഭാവം ഇന്ന് മുസ്ലിം സമുദായത്തിൽ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബ, കള്ളം പറയുന്നവന് സ്വർഗ്ഗം ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഏപ്രിൽ 1-ാം തീയതി കടന്നു വരുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് തന്റെ കൂട്ടുകാരെയും തന്റെ അയൽവാസികളെയും തമാശകൾ കള്ളത്തിൽ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവര് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തമാശയ്ക്ക് കള്ളം പറയുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വൈലുൽ ലില്ലദീ യുഹിബ്ബുനാ ബിൽ ഹദീസ് ലിയുദ്ഹിക മിൻഹുൽ ഖൗം ഫയക്ദിബു ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു. തന്റെ കൂട്ടുകാരെ ചിരിപ്പിക്കാൻ തമാശയ്ക്ക് കള്ളം പറയുന്നവനുണ്ടല്ലോ, അവനാണ് സർവനാശമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഏപ്രിൽ 1-ാം തീയതി ഏതെങ്കിലും വൃത്തികെട്ടവന്മാരുടെ കടമെടുത്തുകൊണ്ട്, അവരുടെ സ്വഭാവം കടമെടുത്തുകൊണ്ട് കള്ളം പറയുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ലോകത്തിന്റെ നായകന് സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് തന്റെ കരളിന്റെ കസമായ ഫാത്തിമ റളിയല്ലാഹു തആല കടന്നു വരികയാ. അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് നബിയെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട മകളോട് പറയുന്നു, മോളെ ഫാത്തിമ, ഇന്നലെ നരകം കണ്ട പൊന്നുമോളെ, ഇന്നലെ നരകം കണ്ട പൊന്നുമോളെ, അതിനകത്തിന്റെ സമുദായത്തിൽ ഒരു വിഭാഗം കിടക്കുകയാ. അവരുടെ കോലം എങ്ങനെയെന്നറിയുമോ? അവരുടെ തല പന്നിയുടെ തല പോലെ ഇരിക്കുകയാ. അവരുടെ ശരീരം കഴുതയുടെ ശരീരം പോലെയാ. അവർ നരകത്തിൽ കിടന്ന് കരയുന്നത് ഞാൻ കണ്ടു മോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പന്നിയുടെ തലയും കഴുതയുടെ രൂപമുള്ള ആ വൃത്തികെട്ടവനാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പ്രബോധിച്ചുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്കുമകളിലൂടെ മതിമറന്നുകൊണ്ട് കള്ളവും പറഞ്ഞു നടക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമകളോട് പറയുന്നു, മോളെ ഫാത്തിമ, അത് കള്ളം പറയുന്നവരാണ് മോളെ. കള്ളം പറയുന്നവരുടെ കോലം എങ്ങനെയാ? അവന്റെ തലനാള പന്നിയുടെ തലയാ, അവന്റെ ഉടലുകൾ സദാ കഴുതയുടെ ഉടലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഏപ്രിൽ 1-ാം തീയതി കള്ളം പറയല്ലേ? ഈമാനുള്ളവര് ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കടുകമണിയുടെ അളവെങ്ങനെ ഈമാനുണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കളെ കള്ളം പറയല്ലേ? അഹങ്കാരികളെ പോലെ നടക്കല്ലേ? തമാശ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ? നിനക്ക് പറയാതിരിക്കാൻ മനസ്സുണ്ടോ? അവന് കള്ളം പറയാതിരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, അന സഈമുൻ ബിബൈതിൻ ഫീ വസതിൽ ജന്നാ ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിയാ. ഏപ്രിൽ 1-ന്നല്ല, എന്റെ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയില്ലെന്ന് ഈ സദസ്സിലിരുന്ന് തീരുമാനമെടുക്കുന്നവര് ഒരു തമാശയ്ക്ക് പോലും ഉസ്താദ് ഇനി ഞാൻ കള്ളം പറയില്ലെന്ന് തീരുമാനിച്ച നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേരരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് യാ സഹാബ, കള്ളം പറയാത്ത മനുഷ്യര് ഒരു വീട് ഞാൻ
റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ